ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൊബൈൽ ഡൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉടൻ പണം കളിക്കുന്ന പോലെ തന്നെ അതേ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകിക്കൊണ്ട് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന പുതിയൊരു ഗെയിം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് സൂപ്പർ 4 സീസൺ 2 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മഴവിൽ മനോരമ കാണുകയാണെങ്കിൽ അതിൽ ശനി ഞായറുമായിട്ട് ഈ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കളിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണുകളിൽ മനോരമ മാക്സിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ മുമ്പ് ഉടൻ പണം കളിക്കാൻ യൂസ് ചെയ്ത സെയിം ആപ്പ് തന്നെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണം ഡൗൺലോഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ജസ്റ്റ് അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ മനോരമ മാക്സിൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ ആ ഒരു ബാനറാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. സൂപ്പർ 4 എഴുതിയത് ആ ഒരു ബാനർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ആവും. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ പുതുതായിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കണം. അല്ല, നമ്മൾ മുമ്പേ ലോഗിൻ ചെയ്തവരാണ്, അതുകൊണ്ട് നമുക്ക് മുമ്പേ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ മോളിൽ കാണുന്ന ഈ ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതേപോലെ തന്നെ താഴെ പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളിത് പുതുതായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടൻ പണത്തിനൊക്കെ ആയിട്ട്. അപ്പം ആ വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ കൊടുത്തിട്ട് പാസ്വേഡും കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കറക്റ്റായി ലോഗിൻ ആയിരിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പേജാണ് നമുക്ക് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വോട്ടിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 9 PM എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് 9 PM 9 മണിക്ക് ശേഷം മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റുള്ളൂ. നമ്മൾ 9 മണിക്ക് ശേഷം ഒന്നും കൂടെ ലോഗിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശനി ഞായറായിട്ടാണ് കേട്ടോ ഇത് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലായിട്ട് 9 മണിക്ക് ശേഷം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്ന ഒരു വ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ 9 മണിക്ക് ശേഷം നമുക്ക് ആദ്യം ഇതുപോലെ കാണിക്കുന്നത് ചൂസ് യുവർ ഫേവറേറ്റ് പെർഫോമർ എന്ന് പറഞ്ഞിട്ട് 2 പെർഫോമേഴ്സിൻ്റെ പേര് കാണിക്കുക, 2 കാൻഡിഡേറ്റ്സിൻ്റെ. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ള ആളുടെ പേര് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റത്തെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് സെലക്ട് ആയിട്ടുണ്ട്. ആ ഒരു ലവ് ചിഹ്നം എന്ന് പറയുന്നത് കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ചോദ്യം വരും. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ക്വിസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് നമുക്കുള്ള ഉത്തരം കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ മാത്രം പ്രസ് ചെയ്യുക. നമുക്ക് 12 മണിക്കൂർ ടൈം ഉണ്ട് ഇത് പ്രസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ മാത്രം പതുക്കെ നോക്കിയിട്ട് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഫസ്റ്റത്തെ ചോദ്യം തന്നെ എന്ന് പറയുന്നത് ഏകദേശം ഒരു പാട്ടൊക്കെ സംബന്ധമായിട്ടാണ്, പാട്ടിൻ്റെ. അപ്പോൾ പാട്ട് സിനിമ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പോൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് അറിയുന്നത് വെച്ച് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ പ്ലീസ് എൻ്റർ യുവർ കോൺടാക്ട് നമ്പർ എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രൈസ് കിട്ടുകയാണ്, നിങ്ങളാണ് വിജയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഈ ഒരു നമ്പറിലോട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ അറിയിക്കുക ഇങ്ങനെ പ്രൈസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കറക്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം 12 മണിക്കൂറിനുള്ളിൽ കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കൂടെ നിങ്ങൾ ലോക്ക് ചെയ്തിട്ട് കറക്റ്റായി കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നമ്പറാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു പേജാണ് വരിക. താങ്ക് യു, യുവർ റെസ്പോൺസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ശനി ഞായർ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശനി ഞായറായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര വയസ്സ് മുതലുള്ളവർക്ക് ഇത് കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ കളിക്കാൻ പാടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വിഷമിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ നിങ്ങളുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കും കളിക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ വോട്ടിംഗ് ടൈം, ഏതൊരു ടൈമിലാണ് നമുക്കിത് വോട്ടിങ്ങിനുള്ള ചാൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ സാധാരണ 8 മണിക്കാണ് ഈ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ 8 to 9 ഈ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞത് തന്നെ നമുക്ക് വോട്ടിങ്ങിനുള്ള ഒരു ചാൻസ് അനുവദിക്കുന്നതായിരിക്കും അവർ. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതും 9 മണിക്കായിട്ട് നിങ്ങൾ ഈ ഒരു മനോരമ മാക്സിൻ്റെ ഈ ഒരു ആപ്പിൽ കയറുക. അതിനുശേഷം നമുക്ക് 2 കണ്ടസ്റ്റൻസ് ആണ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ നമുക്ക് ആ ക്വിസും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീക്ക്ലി 3 വിന്നേഴ്സിനാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ 3 വിന്നേഴ്സിനാണ് വീക്ക്ലി അവർ സെലക്ട് ചെയ്തിട്ട് പ്രൈസ് കൊടുക്കുക. അപ്പോൾ വീക്ക്ലി അവരുടെ പേരും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻറ്റ്. അതിനുശേഷം മൂന്നാമത്തെ പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് എത്ര പേരെ വരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 2 കണ്ടസ്റ്റൻസിനാണ് ഒരു ദിവസം അവർ കാണിക്കുക. അപ്പോൾ നമുക്ക് എത്ര പേരെ 2 പേരെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരാളെ മാത്രമല്ല, നമുക്ക് 2 പേര് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 പേരെയും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയാനുള്ളത് വിന്നറിനെ അവരെ എങ്ങനെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കോൺടാക്ട് നമ്പർ അതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൊടുത്ത കോൺടാക്ട് നമ്പറിലോട്ടാണ് നമുക്കിപ്പോൾ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ചു പറയാം കേട്ടോ. അപ്പോൾ ആ കോൺടാക്ട് നമ്പർ എപ്പോഴും ആക്റ്റീവ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കോൺടാക്ട് നമ്പറിലോട്ട് വിളിക്കുന്നതായിരിക്കും. നമ്മൾ കറക്റ്റ് ടൈമിൽ അവർ വിളിച്ചത് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവർ വിളിക്കില്ല. അപ്പോൾ ഒരു ടൈമേ വിളിക്കില്ല, അതിനുള്ളിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അവരൊരു നമ്പർ തരും. ആ നമ്പറിലോട്ട് നമ്മൾ നമ്മുടെ ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ പേര്, അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അങ്ങനെ പല പ്രൂഫ്സായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അവർ തരുന്നൊരു മൊബൈൽ നമ്പറിലോട്ട് SMS അയക്കേണ്ടതാണ്. അപ്പോൾ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ അതിലോട്ട് അയച്ചു തരുള്ളൂ. അപ്പോൾ എന്തായാലും ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും കളിക്കാൻ ശ്രമിക്കുക. ഭയങ്കര ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയാണ്. ആ ആപ്പ് മാത്രം ഉണ്ടായാൽ മതി, ഈസി ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ധൈര്യത്തിൽ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ പറ്റുന്ന പോലെ തന്നെ ഞങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ അതേപോലെ തന്നെ ഉപകാരപ്രദമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.